ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലാക്സ് സീഡിൻ്റെ ഒരു വീഡിയോ ആണ്. വീട്ടിൽ തന്നെ ഫ്ലാക്സ് സീഡിൻ്റെ ജെൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഒരു പിടി ഫ്ലാക്സ് സീഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ഫ്ലാക്സ് സീഡ് ആദ്യമായിട്ട് എടുക്കാം. ഇതുപോലെയാണല്ലോ ഫ്ലാക്സ് സീഡ് ഇരിക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. നമ്മുടെ മുതിരയോട് ഏകദേശമൊക്കെ സാമ്യം വരും കേട്ടോ ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. പക്ഷേ മുതിരയല്ലേ. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായ ഒന്നാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ചണവിത്തിൽ. ഇത് നമ്മുടെ തലയോട്ടിയിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മുടിയുടെ വേരുകളും നശിച്ചു പോകാതെ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മുടിനിര തടയാനും വൈറ്റമിൻ ഇ ഏറെ നല്ലതാണ്. ശിരോചർമ്മത്തിലെ ഓയിൽ ഉൽപാദനം നിയന്ത്രിക്കുവാനും pH ബാലൻസ് ചെയ്യാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇവ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതോടൊപ്പം തന്നെ സെബേഷ്യസ് ഗ്ലാൻഡുകളെ സ്വാധീനിച്ചാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചണവിത്തുകൾ നമുക്കൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് പാക്കറ്റിലായിട്ട് മേടിച്ചത് കൊണ്ട് എന്തൊക്കെ അഴുകൊണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാവേ. അപ്പോൾ ചണവിത്ത് ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഗ്രാമ്പു എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും 2 ഗ്രാമ്പു എടുക്കാൻ കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ ഗ്രാമ്പു നമുക്ക് അടുത്തതായിട്ട് ആവശ്യമുണ്ട്. ഈ ജെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടി വളരാനായി ഉപയോഗിക്കാവുന്ന പ്രധാന ഒരു ചേരുവയാണ് ഗ്രാമ്പു അഥവാ കരയാമ്പു എന്നത്. പലർക്കും ഇത് ഉപയോഗിച്ചുള്ള വിദ്യകൾ അറിയില്ല. ആരോഗ്യവശങ്ങൾ മാത്രമാണ് പലപ്പോഴും ഗ്രാമ്പുവിനെ കുറിച്ച് അറിയാവുന്നത്. എന്നാൽ ഇത് നമ്മുടെ മുടി സംരക്ഷണത്തിന് വളരെ മികച്ച ഒന്നാണ്. മുടി നല്ലതുപോലെ വളർത്താൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒന്നാണ് ഗ്രാമ്പു അഥവാ കരയാമ്പു എന്നത്. ഈ പ്രത്യേക ചേരുവയ്ക്കായി 2 കൂട്ടുകൾ ഉപയോഗിക്കാം. ആദ്യത്തേത് ഗ്രാമ്പു അല്ലെങ്കിൽ കാപ്പിപ്പൊടി എന്നിവയാണ്. അപ്പം നമുക്കിവിടെ 2 ഗ്രാമ്പു മാത്രം മതി നമ്മുടെ ജെല്ലിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വലിയൊരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലാണ് നമ്മളിത് തിളപ്പിക്കാൻ വെക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന ഫ്ലാക്സ് സീഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന 2 ഗ്രാമ്പു കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 1 ഗ്ലാസ് വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇത് ഒരുപാടങ്ങ് ജെല്ലാക്കാതെ എടുക്കാം. നമുക്ക് നല്ല കട്ടിയുള്ള ജെല്ലാക്കി എടുക്കാം. കട്ടിയുള്ള ജെല്ലാവുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ തുണിയിൽ അരിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഒരുപാട് ജെല്ലായി പോവാതെ അതിന് ഒരു താളി കൺസിസ്റ്റൻസിയിൽ വരുവാണെങ്കിൽ നമ്മുടെ മുടിയിൽ തേക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനും എളുപ്പമായിരിക്കും. അത് നമുക്ക് അരിപ്പയിൽ കൂടെ തന്നെ അരിച്ചെടുക്കാനും ഈസി ആയിരിക്കുമേ. നമ്മുടെ ഫ്ലാക്സ് സീഡ് നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങി എടുത്തേക്കുവാണേ. ഇത് വാങ്ങി കഴിഞ്ഞ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിട്ട് കട്ടിയായിട്ടുള്ള ജെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ അതെനിക്ക് അരിക്കാൻ നല്ല പാടാണ്. പിന്നെ തുണിയിൽ നല്ല പാടുപെട്ട് ഞാൻ അരിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചൂടാറുന്നതിന് മുന്നേ അരിപ്പയിൽ നന്നായിട്ട് അരിച്ചെടുക്കുവാണ്. ഇതാകുമ്പം ഈസി, പെട്ടെന്ന് കാര്യം കഴിയും. കൂടുതൽ മെനക്കെടാനൊന്നും നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അരിച്ചെടുത്തത്. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ജെല്ലായിക്കോളും. അപ്പോൾ നമുക്കിത് തണുത്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്.
ഇപ്പോൾ തണുത്തപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. ഒരുപാട് ഇതിലും കട്ടി വേണമെങ്കിൽ കുറച്ച് നേരം കൂടി തിളപ്പിച്ചാൽ മാത്രം മതി. ഇനി ഇത് നമ്മുടെ തലയിലേക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ഞാൻ ഇന്ന് തലയിൽ എണ്ണയൊന്നും വെച്ചിട്ടില്ല. എണ്ണയൊക്കെ ഞാൻ താളി ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തലയിൽ എണ്ണയൊന്നുമില്ല. അപ്പോൾ നമുക്കിത് നേരെ ഡയറക്റ്റായിട്ട് തലയിലേക്ക് തേച്ച് കൊടുക്കാം. നമുക്കിതൊരു വീക്കിലി ട്വൈസ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. നമ്മുടെ മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാനും നല്ല ഇതായിട്ട് വളരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് വൈറ്റമിൻ ഇ ഇതിൽ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലതല്ലേ, അതുപോലെ തന്നെ ഉള്ളൂ ഇത് ഉപയോഗിക്കുന്നതും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാടങ്ങ് ജെല്ലായി പോകാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ തലയിൽ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ എല്ലായിടത്തോട്ടും ഈ ജെല്ല് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരിക്കും. നമ്മുടെ തലയിലും മുടിയിലും തലയോട്ടിയിലും എല്ലാം നന്നായിട്ട് ഇത് ആയിക്കൊള്ളും. ഇതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് കഴുകി കളയും. ഷാമ്പൂ, കണ്ടീഷണറോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ അല്ലാതെ നോർമൽ വാഷ് ചെയ്യുമ്പോൾ അതങ്ങ് പൊക്കോളും. ഇതിൽ തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് വീക്ക്ലി ചെയ്യുന്നത് അത്രത്തോളം ഗുണമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് ഞാൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇതൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ തലയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു മസാജും കൊടുത്തു. ഇനി നമുക്കിത് നമ്മുടെ മുടിയിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിത് മുടി മുകളിലോട്ട് വെച്ച് ഒന്ന് ബണ്ണ് വെച്ചൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തല കഴുകുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.